എല്ലാവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ മനോഹരമായിട്ടുള്ള സ്വരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട രാഗമാണ് മോഹനം എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ കുറച്ച് എപ്പിസോഡ്സ് മോഹനവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് പാടിപ്പോയൊരു പാട്ട് ഈ ഇടയ്ക്ക് രണ്ടൊന്ന് സുഹൃത്തുക്കൾ ഒന്ന് പറഞ്ഞു അതൊന്ന് സ്പെഷ്യലി റെക്കോർഡ് ചെയ്ത് അയക്കണം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ എവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ പി ജയചന്ദ്രൻ കഴിഞ്ഞ കൊല്ലം നമ്മെ വിട്ടുപോയ ആ മഹാഗായകൻ്റെ ഭാവഗായകൻ്റെ ശബ്ദത്തിൽ മലയാളിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗാനപുഷ്പമായിരുന്നു സുപ്രഭാതം എന്ന സോങ്. അതിൻ്റെ കമ്പോസർ ദേവരാഗങ്ങളുടെ രാജശില്പി എന്ന് വിളിക്കുന്ന, അതേപോലെ അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട മഹാനായിട്ടുള്ള വയലാർ രാമവർമ്മ എന്ന അദ്ദേഹമാണ്. അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പുറകിൽ ഒരുപാട് കഥകൾ ജയേട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഇൻ്റർവ്യൂസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ആ പാട്ട് കേട്ടിരിക്കുന്നത്, ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ പാട്ട് 1972 പണി തീരാത്ത വീട് എന്ന സിനിമയിലാണ് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ജയേട്ടൻ തന്നെ അതിനെ കുറിച്ച് ഒരുപാട് വാചാലനായിട്ടുണ്ട്. കൈരളി ടി വിയിലും മറ്റിതിലൊക്കെ അദ്ദേഹത്തെ ആ ഇൻ്റർവ്യൂവിലൊക്കെ ഒരുപാട് ആ സോങ്ങിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് കേൾക്കുക. അതൊക്കെ മനോഹരമാണ്. മഹത്തായ ഗാനങ്ങൾ, സൃഷ്ടികൾ പിറക്കുന്നതിന് പുറകിലുള്ള കഥകൾ കേൾക്കുന്നതും വളരെ ദിവ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ നമുക്ക് ആ ജയേട്ടൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീണ്ടും മധുരിതമായിട്ടുള്ള ഭാവതരംഗങ്ങൾ നിറഞ്ഞ ശബ്ദത്തിന് വീണ്ടും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ മഹാനായിട്ടുള്ള ഗായകൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ഒരു പിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ് പണി തീരാത്ത വീട്ടിലെ സുപ്രഭാതം എന്ന സോങ്. അതേപോലെ അത് മനോഹരമായിട്ടത് അഭിനയിച്ച് ഫലിപ്പിച്ചതും നമ്മുടെ നിത്യഹരിത നായകനായിട്ടുള്ള ശ്രീ പ്രേം നസീർ സാറാണ്. ഏറ്റവും ഭംഗിയുള്ള കളർ ഫിലിംസിലേക്ക് വന്ന സമയത്ത് ഇറങ്ങിയ പടമാണ് അത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറിയ സമയത്തുള്ള ഫിലിംസാണ്. അതിൽ ഏറ്റവും ഭംഗിയിൽ നസീർ സാറിനെ ചിത്രീകരിച്ചിരിക്കുന്ന ചില ചിത്രങ്ങളിലൊന്നാണ് ഈ സുപ്രഭാതം സോങ്ങിൽ പണി തീരാത്ത വീട് എന്നൊരു സിനിമയിലെ സോങ്. അതിലെല്ലാം അതിൻ്റെ എല്ലാ സിനാരിയോയും പ്രത്യേക, അതൊക്കെ 4K നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ബ്യൂട്ടി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ എല്ലാ വർക്കുകളും പോയിരിക്കുന്നത്. അത് പെർഫെക്റ്റ്ലി എടുത്തിരിക്കുന്ന ചില പ്രതിഭാസങ്ങളാണ്, പെർഫെക്റ്റ്ലി റെക്കോർഡ് ചെയ്തിരിക്കുന്ന, പെർഫെക്റ്റ്ലി ചിത്രീകരിച്ചിരിക്കുന്ന എല്ലാ രീതിയിലും 100% പെർഫെക്റ്റ് ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ ആ സോങ്ങിലേക്ക് നമ്മൾ കിടക്കേണ്ട ഒരു അറ്റംപ്റ്റ് മാത്രമാണ്. ഒരുപാട് മഹാന്മാർ പാടിയിട്ടുള്ള സോങ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സുപ്രഭാതം 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 സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി
അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ മന്ദിരമേ മന്ദിരമേ അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ നിന്റെ നാലുകെട്ടിൻ്റെ പടിപ്പുറമുറ്റത്തു ഞാൻ എൻ്റെ മുറി കൂടി പണിച്ചോട്ടെ ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ സരോവരമേ വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ നിന്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്തു ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യാം ഉഷസിന് വെള്ളിച്ചാമരം വീശുന്ന മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം